മഹാരാജാസ് കോളേജിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം പല പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതെന്റെ ഇവിടെ വളരെ ചുരുങ്ങിയ സുഹൃത്തുക്കൾ പലരും ഉണ്ടാകുമെന്നല്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം, ഇത്രയും വലിയൊരു കൂട്ടം, ഇത്രയും വലിയൊരു കൂട്ടായ്മ തീർച്ചയായിട്ടും സന്തോഷമുളവാക്കുന്നതാണ്. ഇത് പക്ഷെ ഒരു പ്രസംഗവേദിയാകുമ്പോൾ വളരെ ഔപചാരികമായി പോകുന്നത്. പക്ഷെ അവരെ ആരെയും പലരെയും എനിക്ക് കണ്ടാൽ തിരിച്ചറിയാതെ പോലെ മാറിയിരിക്കുന്നു. എന്നെ നിങ്ങൾ ഈ സിനിമയിലുള്ളത് കൊണ്ട് കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലായെന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. പക്ഷെ എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഒന്നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പല ആളുകളും പ്രസംഗിച്ചതിൽ നിന്ന് ഭയങ്കര രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഇതിന്റെ അധ്യക്ഷൻ ശ്രീ കെ.ആർ. വിശ്വംഭരൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി. വിശ്വംഭരൻ മോളുടെ കല്യാണമൊന്നുമല്ലോ എല്ലാവർക്കും നന്ദി പറയും. അതുപോലെ ഇപ്പൊ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രസംഗിച്ച കംപ്ലീറ്റ് ഷേക്സ്പീരിയൻ ഡ്രാമയുടെ ക്ലൈമാക്സ് വളരെ വീറോടും വാശിയോടും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രസന്റ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു, ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ആയില്ലെങ്കിൽ പിന്നെ വേറെ ആരാകും? എത്രയോ കാലം മുമ്പ് പഠിച്ചാണ്, എനിക്കൊരു അക്ഷരം ഓർമ്മയില്ല. അന്നൊക്കെ ബാലചന്ദ്രൻ പോലെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മമ്മൂട്ടിയാവുന്ന വല്ല ഒരു IAS ഓഫീസറായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇവിടെ തുരുക്കിറങ്ങിയത്. ദൈവാദിനം കൊണ്ട് അത്രയും നന്നായിട്ട് പഠിച്ചില്ല. ഈ കലാലയത്തിൽ ഏറ്റവും കൂടുതൽ ഞാനായി എഴുതിയ, ഒരുപക്ഷെ നിങ്ങളൊക്കെ ബുക്ക് വായിക്കുമ്പോൾ തോന്നും, എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് ഈ കോളേജിൽ പഠിക്കാനുള്ള ഇവിടുത്തെ അധ്യാപകരോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറോ ഈ ബിൽഡിങ്ങോ ഈ മരച്ചോടോ ഒന്നുമില്ല, ഇവിടുത്തെ പെൺകുട്ടികളായിരുന്നു. കാരണം ഞാൻ സേവര കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ പെൺകുട്ടികളില്ല. ഇവിടുത്തെ പ്രധാനമായ ആകർഷണം ഇവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പാരമ്പര്യം ഇപ്പോഴുള്ള കുട്ടികളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഈ കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു മൊത്തമായി കലാലയത്തിന്റെ അന്തരീക്ഷം മൊത്തം പ്രണയാതുരമാണ്. ഒട്ടും പ്രണയിക്കാൻ സാധിക്കാത്ത ഈ അംസക്കോയെ പോലുള്ള ആൾക്കാരൊക്കെ പ്രേമിച്ചു എന്ന് പറയുമ്പോൾ, ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇയാളൊക്കെ ആരെങ്കിലും പ്രേമിച്ചാൽ തന്നെ ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെ ഗുണമാണ്, ഇവിടുത്തെ കാറ്റിന്റെയും ഈ മണ്ണിന്റെയും ഒക്കെ ഒരു മഹത്വമാണെന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. ഈ നമ്മളൊക്കെ ഇവിടെ വീണ്ടും ഈ ഒത്തുചേരുന്നതിലുമുണ്ട് ഒരു പ്രണയം. കാരണം ഇതിനോടുള്ള വീണ്ടും കണ്ട് സംസാരിക്കാനും ഒക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പലരും പലതരത്തിലുള്ള ഓട്ടോഗ്രാഫുകൾ എഴുതി കൊടുത്തിട്ടുണ്ടാകും, പലതരത്തിലുള്ള വിടവാങ്ങൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞത് പലതും നമ്മൾ പറഞ്ഞതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്തതിനപ്പുറത്തേക്കോ ആയി മാറി. പലരും നമ്മൾ ആകണമെന്ന് ആഗ്രഹിച്ചു മുമ്പേ സംസാരിച്ച് എല്ലാവരും പറഞ്ഞതുപോലെ അത്ഭുതം 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 തന്നെ. ഇത് ഒരുപക്ഷെ ഒരുപാട് വലിയ വലിയ കലാലയങ്ങൾ, വലിയ മഹാരാജാസിനേക്കാളും മുതുമുത്തച്ഛിമാരായ ഒരുപാട് കലാക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഒരുപക്ഷെ സാധിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് നമുക്കൊക്കെ സാധിച്ചത്. വീണ്ടും ഒരിക്കലും ഇതുപോലെ കാണാൻ കഴിയും എന്ന് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടി അന്ന് ഈ കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ എവിടെയോ ഒക്കെ നമ്മുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഇവിടെ ഇതുപോലെ ഒന്നു ചേരാൻ ആഗ്രഹം നമുക്കുണ്ടായതും നമ്മളെല്ലാം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു സംരംഭം ഉണ്ടായിരിക്കും, വന്നു ചേരാൻ സാധിച്ചില്ല. ഈ സംഗമത്തിൽ തീർച്ചയായിട്ടും വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വളരെ മനഃപൂർവ്വമായി ഞാൻ ആഗ്രഹിക്കുകയും മനഃപൂർവ്വമായി ശ്രമിച്ചതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾ ബാക്കി. ഈ പലരെയും എനിക്കറിയാം, പക്ഷെ അവരാരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് മാറിപ്പോയിരിക്കുന്നു പലരും. പക്ഷെ ചില ആളുകൾ തീരെ മാറാത്തവരുണ്ട്. പക്ഷെ ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പണിയൊന്നും ചെയ്യാതെ ഇതാണ് കൊണ്ട് തന്നതാണ്. മെഹറെ വർണ്ണരേണുക്കൾ എന്നാണ് തലക്കെട്ട്. സായം സന്ധ്യയിൽ സന്ധ്യാരാഗത്തിന്റെ വെളിച്ചം തട്ടി ചുവന്ന മുഖത്ത് ദേഷ്യം. അന്ന് മെഹർ ഭയങ്കര സുന്ദരിയായിരിക്കണം. ആ സൗന്ദര്യം അവിടെ ഉടലെക്കുന്നു, അത് ഇവിടെ തന്നെ അസ്തമിക്കുകയാണ്. എങ്കിലും ഒന്ന് ഇങ്ങോട്ട് നോക്കുകയും നമ്മൾ ഈ ഇരുന്ന മരച്ചോടും നമ്മളിവിടെ നടന്നുപോയ വരാന്തകളെയും ഒന്നും ഓർക്കാതിരിക്കുകയും ചെയ്യില്ല. തീർച്ചയായിട്ടും ഈ കലാലയം ഇതുപോലെ സംരക്ഷിക്കപ്പെടുകയും ഇതുപോലെ ഇനിയും സംഗമങ്ങൾക്ക് വേദിയാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒരുപാട് നീണ്ടു പോകുന്നത് എൻ്റെ ഒരു ഹൃദയം തുറക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്നോട് ക്ഷമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ എൻ്റെ കാലത്ത് പഠിച്ചത് അവർക്ക് അച്ചടക്കം വേണ്ടല്ലോ. നമ്മളൊന്നും അത്ര അച്ചടക്കമായിട്ട് വളർന്ന ആൾക്കാരല്ലല്ലോ. പിന്നെ അവരെ എന്ത് കുറ്റം പറയാൻ പറ്റും? എന്തായാലും മഹാരാജാസ് കോളേജിലാണെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ തിരിച്ചറിവാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. എൻ്റെ നേരത്തെ ഞാൻ ഈ കത്ത് വായിച്ചതുപോലെ എന്നെ 3 കൊല്ലം 6 കൊല്ലം
ഈ കോളേജിലെ വിദ്യാർത്ഥികൾ സഹിച്ചതുപോലെ ഏതാനും മിനിറ്റുകൾ എന്നെ സഹിച്ചതിന് നന്ദി. നമസ്കാരം. നന്ദി മമ്മുക്ക. മെഹ്റ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മഹാരാജാസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മെഹ്റ ഇന്ന് മഹാരാജീയ സംഗമത്തിന് താങ്ക് യു മാഡം. വെൽക്കം ടു ദ ഡയസ് ഓഫ് മഹാരാജീയത്തിൽ ലേഔട്ട് നടത്തിയ മഹേഷ്. നന്ദി മഹേഷ്.